ആ മദീന, ആ മദീനയിലെ പർവ്വതങ്ങൾ സാധാരണ മലകളല്ല. അതുപോലെ മക്കയിലെ പർവ്വതങ്ങൾ സാധാരണ പർവ്വതങ്ങളല്ല. അതിനൊക്കെ ഒരുപാട് കഥ പറയാനുണ്ട്. ആ പർവ്വതങ്ങൾ ഓർക്കുമ്പോ ഇമാം ബൂസരിക്ക് കരച്ചിൽ വരാതിരിക്കോ? അവിടെയുള്ള ചെടികൾ ഓർക്കുമ്പോ ഇമാം ബൂസരിക്ക് കരച്ചിൽ വരാതിരിക്കോ? നബിതങ്ങളോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അത് വെറും സുന്നത്ത് നിസ്കരിക്കലാണെന്ന് കരുതിയോ? വെറും സുന്നത്ത് നോമ്പെടുക്കലാണെന്ന് കരുതിയോ? അല്ല, അല്ല. നബിതങ്ങളെ നാട്ടിനെ സ്നേഹിക്കണം, നബിതങ്ങളെ നാട്ടിലെ മലകളെ സ്നേഹിക്കണം. സുബ്ഹാനല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങള് മക്കയിൽ ഹജ്ജിനങ്ങ് പോയാൽ അവർക്ക് 6 സൗറ് കാണണം. എത്ര കയറിപ്പോയാലും തിരക്കേടില്ല, നബിതങ്ങൾ ഒളിച്ചിരുന്ന ഗുഹയൊന്ന് കാണണം. എത്ര കയറിയാലും തിരക്കേടില്ല, നബിതങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയ 6 ഹിറയൊന്ന് കാണണം. അതിനധ്വാനിച്ച് കയറിപ്പോകുമ്പോ പുത്തൻവാദികൾ പരിഹസിക്കാണ്, സുരിപ്പാക്കാണ്. ഓ, ഇങ്ങനെ അധ്വാനിച്ചെന്നിന് കയറിപ്പോകണം. നിനക്കെന്തറിയുമടോ, നിനക്കെന്തറിയുമടോ, നിനക്കെന്ത് സ്നേഹമറിയാം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചാൽ തങ്ങൾ പോയിരുന്ന സ്ഥലം, തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയ സ്ഥലം, തങ്ങൾ പോയിരുന്ന സ്ഥലം, തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലം, തങ്ങൾ പോയിരുന്ന മരത്തിന്റെ ചുവട്, അത് ഓർമ്മിച്ച് ഈജിപ്തിൽ കരച്ചിൽ വരികയാണ് ഇമാം ബൂസിരി. കാരണം ഇമാം ബൂസിരി സുന്നത്ത് ജമാഅത്തിന്റെ തലപ്പത്തിരിക്കുന്ന മഹാനാണ് കേട്ടോ. ആ പർവ്വതങ്ങൾക്ക് മഹത്വമുണ്ട്, അതിന്റെ അരുവികൾക്ക് മഹത്വമുണ്ട്. മലായികത്ത് വന്ന് കാത്തു നിൽക്കുകയാണ്. അങ്ങോട്ടതാ പ്രവേശനമില്ല. ഇവർക്ക് ഈ പറഞ്ഞ ദജ്ജാലിന് പോലും അവിടെ പ്രവേശനമില്ല. നബിതങ്ങൾ തന്നെ പറയുന്ന ഇമാം ബുഖാരിയും അതുപോലെ ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതൗഹു ദജ്ജാലു. ദജ്ജാല് ചവിട്ടാത്ത ഒരു ഭൂമിയുമില്ല. ഇല്ലാ മക്ക വൽ മദീന. മക്ക മദീനയിൽ ദജ്ജാല് കടക്കൂല. ലൈസ നഖബും മിൻ അൻഖാബിഹാ ഇല്ലാ അലൈഹിൽ മലായിക. അവിടത്തേക്ക് കടന്നു വരുന്ന ഏത് സ്ഥലമുണ്ടോ അവിടെയെല്ലാം മലക്കുകളാണ്. മലക്കുകൾ ഒന്നും രണ്ടുമല്ല, ധാരാളം മലക്കുകൾ വന്ന് പട്ടാളം അണിനിരന്നതുപോലെ മലക്കുകൾ അണിനിരന്നിരിക്കുകയാണ്. മദീന മക്കയുടെ ആ ഭൂപ്രദേശത്തിന്റെ അതിരുകളിൽ മലക്കുകൾ വന്ന് അണിനിരക്കുകയാണ്. മക്കയും മദീനയും മലക്കുകൾ കാവൽ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ ജുനൂദ്, വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാന അല്ലാഹു അലീമൻ ഹകീമാ. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാന അല്ലാഹു അസീസൻ ഹകീമാ. ഖുർആനല്ലേ സുഹൃത്തേ? അല്ലാഹുവിന് ആകാശങ്ങളിൽ സൈന്യങ്ങളുണ്ട്, ഭൂമിയിൽ സൈന്യങ്ങളുണ്ട്. അല്ലാഹു വലിയ ഹിക്മത്തുള്ളവനും ഇൽമുള്ളവനുമാണ്. അല്ലാഹു വലിയ ഇസ്സത്തുള്ളവനും ഹിക്മത്തുള്ളവനുമാണ്. ആ അല്ലാഹുവിന്റെ സൈന്യങ്ങൾ വന്ന് നബിതങ്ങൾ ജനിച്ച നാട്, നബിതങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്, അതിന് കാവല് നിൽക്കാൻ അതാ മഹാന്മാരായ മലക്കുകൾ വന്ന് അവിടെ കാവല് നിൽക്കുകയാണെന്ന് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഒരു മുസ്ലിമിന് നിഷേധിക്കാൻ പറ്റുമോ? ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ആ മഹത്തായ മദീന, ആ മദീനയോട് എന്തൊരു സ്നേഹമാണ് എന്ന് മാത്രമല്ല, ആ സ്നേഹം കൊണ്ട് നബിതങ്ങൾക്ക് തന്നെ ആവേശം വരികയാണ്. മദീനയോടുള്ള സ്നേഹം കൊണ്ട് നബിതങ്ങൾക്ക് തന്നെ ആവേശം വരികയാണ്. കണ്ടില്ലേ ഇമാം ബുഖാരി റിപ്പോർട്ട് എന്നൊരു ഹദീസ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖദിമ മിൻ സഫരിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു യാത്രയിൽ നിന്ന് വന്നാൽ ഫനളറ ഇലാ ജുദുറാത്തിൽ മദീന. മദീനയുടെ ചുമരുകൾ, മദീനയുടെ ഭിത്തികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദൃഷ്ടിയിലങ്ങ് പെട്ടാൽ أوضع راحلته وإن كان على دابة حركها من حبها. മദീനയെ സ്നേഹിച്ചതിന്റെ പേരിൽ നബിതങ്ങളതാ വാഹനപ്പുറത്താണെങ്കിൽ വാഹനത്തെ ഉറക്കെ തെളിക്കുന്നു, വേഗം മദീനയിലെത്തണം. മദീന കണ്ടാൽ ആവേശമാണ്, മദീനയുടെ ചുമരുകൾ കണ്ടാൽ ആവേശമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആവേശമാണ്. സുഹൃത്തേ, ഇതൊക്കെ ബുഖാരിയിലുള്ളതല്ലേ, മുസ്ലിം
മുസ്ലിമിലുള്ളതല്ലേ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുള്ളതല്ലേ. ആ മദീനയെ എങ്ങനെ ഇമാം ബൂസരി തങ്ങൾക്ക് ഈജിപ്തിൽ വെച്ച് സ്നേഹിക്കാതിരിക്കാൻ കഴിയും? എങ്ങനെ അതിന്റെ പേരിൽ ആവേശം കൊണ്ട് അതാ സ്നേഹാധിക്യത്താൽ കരയാതിരിക്കും? അതാണ് അമീൻത് നീ സലമീ മസജിത ദം അൻജറാബിൻ മുത്ലഖിൻ ബിദമി അംഹബ الريح من تلقاء قاضمتي وأومى والبرق في الظلماء من إضبي. മദീനയുടെ ഭാഗത്തു നിന്ന് മിന്നെറിഞ്ഞാൽ, അതേ മദീനയുടെ ഭാഗത്ത് നിന്ന് കാറ്റ് വന്നാൽ, മദീനയുടെ ഭാഗത്തു നിന്ന് അതേ ദൂസലമിനെ മനസ്സിൽ ഓർമ്മ വന്നാൽ കരച്ചിൽ വരുന്നു. ഹബീബായ നബി തങ്ങൾക്ക് മദീന ഇത്രം ആവേശത്തിലാണെങ്കിൽ ആ മദീനയെ ഓർക്കുമ്പോൾ, അതേ ആ മദീനയിലെ നേതാവിനെ ഓർക്കുമ്പോൾ കരച്ചിൽ വരാതിരിക്കുമോ? മദീനയിലെ വലിയ പ്രശസ്തമായ കുന്നല്ലേ, പർവ്വതമല്ലേ ഉഹുദ്. ആ ഉഹുദിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. എന്താ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു മദീനത്തെ മണ്ണ്, മദീനത്തെ പാറ, മദീനത്തെ കുന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹാദാ ജബലുൻ. നബി സല്ലല്ലാഹു നിങ്ങൾക്ക് ഉഹുദ് പർവ്വതം ശ്രദ്ധയിൽപ്പെട്ടപ്പോ എന്ന് പറയും, ഹാദാ ജബലുൻ, ഇതൊരു മലയാ, യുഹിബ്ബുനാ, ആ ഉഹുദ് പർവ്വതം നമ്മളെ സ്നേഹിക്കുന്നു. ഓ കണ്ടോ, ആ ഉഹുദ് പർവ്വതം നമ്മളെ സ്നേഹിക്കുന്നു. സ്നേഹം എന്ന് പറഞ്ഞാല് വെറും സുന്നത്തെടുക്കല, വെറും ഇത്തിബായ് മാത്ര. ആരാണത് പഠിപ്പിച്ചു കൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരൽ മാത്രമാണ് സ്നേഹം. സ്നേഹം എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം പിന്തുടരും, അതിലാർക്കും തപ്പില്ല. പക്ഷേ സ്നേഹമെന്ന് പറയുന്നത് ഒരു സുന്നത്ത് കഴിക്കല. ഒരു പർവ്വതം റസൂലുള്ളാഹിനെ സ്നേഹിച്ചു എന്നാൽ സുന്നത്ത് കഴിച്ചു അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുരാഗമാണ്, സ്നേഹമാണ് പർവ്വതത്തിന്, ഒരു പർവ്വതത്തിന്. നബി തങ്ങൾ പറയുന്നു, വനുഹിബ്ബുഹു, ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ അങ്ങോട്ട് സ്നേഹിക്കാതിരിക്കൂ മാന്യന്മാർ. നമ്മക്ക് ഉഹുദ് പർവ്വതത്തോട് നമ്മക്കും സ്നേഹമാണ്. നബി തങ്ങൾ എനിക്ക് എന്നല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും അവിടുത്തെ ഉമ്മത്തിനെയും സ്നേഹിക്കുന്ന പർവ്വതം, ആ പർവ്വതത്തെ നമുക്കും സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ഉഹുദ് പർവ്വതം കാണണം, ഉഹുദ് മല കാണണം എന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? സ്നേഹിക്കുന്നതിനെ കാണണമെന്ന താല്പര്യമില്ലാത്തവരുണ്ടാകുമോ? സ്നേഹമുണ്ടോ? കാണാൻ ആശയല്ലേ? ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഇതൊരു പർവ്വതമാണ്, ആ പർവ്വതം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ അതിനെയും സ്നേഹിക്കുന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വാക്ക് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു. കണ്ടോ, നബി തങ്ങൾ സ്നേഹിക്കുന്നു, സ്നേഹം കൊണ്ട് ആ ഉഹുദിന്റെ മദ്ഹ് പറയുന്നു. ഉഹുദ് പർവ്വതത്തിന്റെ മദ്ഹ് പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്നേഹിച്ചപ്പോ. പിന്നെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ട് മദ്ഹ് പറയാൻ മടിയുള്ളവൻ അവൻ എന്ത് സ്നേഹമാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ? മദ്ഹ് പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് പർവ്വതം ഇങ്ങോട്ട് സ്നേഹിച്ചപ്പോ അങ്ങോട്ട് സ്നേഹിച്ചിട്ട് അതിന്റെ മദ്ഹ് പറയാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയാൻ വേണ്ടി റബീഉൽ അവ്വൽ മാസത്തിൽ പണ്ഡിതന്മാർ വരുമ്പോ അത് മോശമാണ് എന്ന് പറഞ്ഞാൽ അവനെ പോലെ വേറെ ആരാ തരം താഴ്ന്നവൻ? ഓ സഹോദരന്മാര്, ഉഹുദ് പർവ്വതം, ആ പർവ്വതത്തിന്റെ മേലെ ഇരിക്കുന്നു ഒരു ദിവസം മുഹമ്മദുർ റസൂലുള്ളാഹി. കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉഹുദ് പർവ്വതം ഒന്ന് ചെറിഞ്ഞിന് ഒന്ന് കുലുങ്ങി. അല്ലാഹുവിന്റെ ഖദർ അത് സംഭവിക്കാതിരിക്കില്ലല്ലോ. ഒന്ന് ചെറുങ്ങനെ അങ്ങ് കുലുങ്ങി. അപ്പൊ പർവ്വതത്തെ അങ്ങ് വിളിക്കുക, പർവ്വതത്തെ വിളിക്കുകയാണ്, ഉസ്കുൻ യാ ഉഹുദ്, ഉഹുദേ അടങ്ങിക്കോ. ഉസ്കുൻ യാ ഉഹുദ്, ഉഹുദേ അടങ്ങിക്കോ.
ഇന്നമാ അലൈക നബിയ്യുൻ വസ്ദീഖുൻ വശഹീദാൻ. നിന്റെ മേലെയുള്ളത് നബിയാണ്, സിദ്ദീഖാണ്, 2 ശുഹദാക്കളാണ്. ശുഹദാക്കൾക്ക് ബഹുമാനമുണ്ട്, സിദ്ദീഖിന് ബഹുമാനമുണ്ട്. 2 ശുഹദാക്കളാണ്. ആര്? അതേ അവസാനം കൊല്ലപ്പെട്ടു പോയ 2 മഹാന്മാരാണ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അത് നേരത്തെ അറിഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഉഹദിനോട് പറയാം, നിന്റെ മേലെയുള്ളത് ഒന്ന് നബിയാണ്, മറ്റൊന്ന് സിദ്ദീഖാണ്, മറ്റൊന്ന് 2 ശുഹദാക്കളാണ്. പിന്നെയുണ്ടോ ഉഹദ് അനങ്ങുന്നു, ഉഹദാനക്കം നിന്നുപോയി. മഹാന്മാരെ മഹത്വം പറഞ്ഞ ചിന്തനീയ പ്രഭാഷണങ്ങൾ, ചാരുതയാർന്ന മദ്ഹ്, ചരിത്ര വ്യാഖ്യാനങ്ങൾ, ഖുർആൻ, ഹദീസ് പാഠ്യങ്ങൾ എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. www.youtube.com ഇല്യാസ് മുണ്ടംപറമ്പ.